CPM എന്ന ദേശീയ പാർട്ടിയെ സംബന്ധിച്ചും അതീവ നിർണായകമാണ് രാഷ്ട്രീയമായി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ സാധ്യതകളെക്കുറിച്ച്, CPMൻ്റെ മുമ്പിലെ വെല്ലുവിളികളെക്കുറിച്ച്, അതിൻ്റെ അതിജീവന സാധ്യതകളെക്കുറിച്ചാണ് CPMൻ്റെ പൊളിറ്റ് ബ്യൂറോ അംഗം ശ്രീ MA ബേബി വരികൾക്കിടയിൽ സംസാരിക്കുന്നത്. ശ്രീ MA ബേബി, സ്വാഗതം. ഞാൻ ഈ സൂചിപ്പിച്ചതുപോലെ ദേശീയ തെരഞ്ഞെടുപ്പ് CPM എന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ച് രാഷ്ട്രീയമായി ഒരുപാട് നിർണായകമായ ഒരു ഘട്ടം കൂടിയല്ലേ? CPIMനെ സംബന്ധിച്ചിടത്തോളം ഇന്ത്യ എന്ന ആശയത്തിൻ്റെ ഭാവി, അതാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കൂടുതൽ ഗൗരവമായി ചർച്ച ചെയ്യപ്പെടേണ്ടത്. അതുള്ളപ്പോൾ തന്നെ CPM എന്ന സംഘടനയെ സംബന്ധിച്ചാണ് ഞാൻ ആ ചോദ്യം പ്രത്യേകമായി. CPIMനെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പ് CPIMൻ്റെയും ഇടതുപക്ഷത്തിൻ്റെയും ഇന്ത്യൻ സമൂഹത്തിലെ പ്രസക്തി അത് ആവർത്തിച്ച് ഉറപ്പിക്കുകയും CPIMും ഇടതുപക്ഷവും ഇന്നുള്ളതിൽ കൂടുതൽ ശക്തിയോടുകൂടി, സ്വാധീനത്തോടുകൂടി പുതിയ ലോക്സഭയിൽ പ്രതിഫലിക്കപ്പെടണം, അത് ജനങ്ങൾ തീരുമാനിക്കും എന്ന ഉറച്ച പ്രതീക്ഷ തന്നെയാണ്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ വല്ലാത്ത തകർച്ചയിൽ തുടരുകയാണ് CPM. അതിൽ നിന്ന് കരകയറുക എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ വെല്ലുവിളിയെക്കുറിച്ചാണ് ഞാൻ സൂചിപ്പിച്ചത്. പാർലമെന്ററി രാഷ്ട്രീയത്തിൽ CPIMനും ഇടതുപക്ഷത്തിനും ചില പിന്നേറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നിശ്ചയമായും ശ്രീ ബേബി പറഞ്ഞതിൻ്റെ മറ്റൊരു വായന ആ രാഷ്ട്രീയ പ്രസക്തി ചുരുങ്ങി കേരളത്തിൽ മാത്രമാകുന്നു. ബംഗാളിൽ നിലവിലുള്ള 2 സീറ്റ് പോലും നിലനിർത്തി മുന്നോട്ട് എത്രമാത്രം ജയിക്കാനാകുമെന്നതൊരു വലിയ ചോദ്യചിഹ്നമായി CPMന് മുമ്പിൽ നിൽക്കുന്നു. അങ്ങനെ കേരളത്തിലേക്ക് മാത്രമായി നാൾക്കുനാൾ ചുരുങ്ങുന്ന CPM, അതാണ് അതിൻ്റെ ഒരു രാഷ്ട്രീയമായ അസ്തിത്വ പ്രശ്നം. ഈ അടുത്ത നാളുകളിൽ ദേശീയ മാധ്യമങ്ങളെല്ലാം സെമി ഫൈനൽ എന്ന് വിശേഷിപ്പിച്ച ഏതാനും സംസ്ഥാനങ്ങളിലെ തെരഞ്ഞെടുപ്പ് നടന്നു. 5 സംസ്ഥാനം. അതിൽ രാജസ്ഥാൻ എന്ന് പറയുന്ന ഉത്തരേന്ത്യൻ സംസ്ഥാനം, അവിടെ CPIM അവിടെ നടത്തിയ കർഷകരുടെ സമരം, കർഷക തൊഴിലാളികളുടെ സമരം, വിദ്യാർത്ഥികളുടെ യുവാക്കളുടെയും സമരം, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ CPM ആർജിച്ചിട്ടുള്ള ബഹുജന സമ്മതി, ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മത്സരിച്ചു. 2 സീറ്റിൽ ഏതാനും 1000 വോട്ടിനല്ല, അസംബ്ലി തെരഞ്ഞെടുപ്പിൽ 25,000 വോട്ടിനും 24,000 വോട്ടിനും 2 സീറ്റുകൾ ജയിക്കുകയും മറ്റേതാനും സീറ്റുകളിൽ 2ാം സ്ഥാനത്തും 3ാം സ്ഥാനത്തും വന്നുകൊണ്ട് BJPക്കും കോൺഗ്രസിനും വെല്ലുവിളി മുഴക്കിക്കൊണ്ട് നിയമസഭയിൽ പ്രാതിനിധ്യം നേടിക്കാൻ കഴിഞ്ഞൊരു പാർട്ടിയായി രാജസ്ഥാനിൽ CPIMന് മാറാൻ കഴിഞ്ഞു. ഇന്ന് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യപ്പെടുന്ന ജമ്മു കാശ്മീരിൽ കഴിഞ്ഞ 3 തെരഞ്ഞെടുപ്പുകൾ തുടർച്ചയായി CPIMൻ്റെ കേന്ദ്ര കമ്മിറ്റി മെമ്പർ താരിഗാമി അംഗമാണ്. ഇതെല്ലാം വലിയ കാര്യമായിട്ട് ഞാൻ പറയുകയല്ല, ഇടതുപക്ഷത്തിനും ഇടമുണ്ട് എന്ന് ഞങ്ങൾ തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. പൊളിറ്റ് ബ്യൂറോയുടെയും കേന്ദ്ര കമ്മിറ്റിയുടെയും വിലയിരുത്തൽ അനുസരിച്ച് എന്ത് തരം പ്രകടനം കാഴ്ചവെക്കാനാകും ഈ തെരഞ്ഞെടുപ്പിൽ? കേരളത്തെ മാറ്റി നിർത്തിയാണ് എൻ്റെ ചോദ്യം. ഈ തെരഞ്ഞെടുപ്പിൽ CPIM ലക്ഷ്യം വെക്കുന്ന 2 കാര്യങ്ങളാണ്. ഒന്ന്, കേന്ദ്രത്തിലെ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള വർഗീയ ഗവൺമെൻറ്റിനെ കേന്ദ്ര ഭരണാധികാരത്തിൽ നിന്ന് നിഷ്കാസനം ചെയ്തുകൊണ്ട് അവിടെ ഒരു മതേതര ഗവൺമെൻറ് സ്ഥാപിക്കപ്പെടുമെന്ന് ഉറപ്പാക്കുക. 2, ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനം വലിയ തോതിൽ ഇന്ത്യൻ പാർലമെൻറ്റിൽ വർദ്ധിപ്പിക്കുക. അതിൽ എത്രത്തോളം ഞങ്ങൾക്ക് ലക്ഷ്യം കാണാൻ കഴിയുമെന്നുള്ളത് ഇപ്പോൾ ഞങ്ങൾ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യമല്ല. 60-ലധികം സീറ്റുകൾ ഇടതുപക്ഷ പാർട്ടികൾക്ക് പൊതുവിൽ നേടിയെടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. അതിൽ നിന്ന് ഒരു താഴേക്ക് പോയി സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല. പക്ഷേ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് പോരാട്ടം പ്രധാനമാണ്, അതിൽ നേടേണ്ട വിജയം പ്രധാനമാണ്. പക്ഷേ അതിനോടൊപ്പം ജനങ്ങളെ അണിനിരത്തിക്കൊണ്ട് ഇപ്പം നാസിക്കിൽ നിന്നും ബോംബെയിലേക്ക് നടത്തിയിട്ടുള്ള കിസാൻ മാർച്ച്, ജനുവരി 8-9 തീയതിയിൽ നടന്ന അഖിലേന്ത്യാ തലത്തിലുള്ള തൊഴിലാളികളുടെ സംയുക്ത പണിമുടക്കം, വിദ്യാർത്ഥികളുടെ പോരാട്ടങ്ങൾ, ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റി പോലെ, രാജസ്ഥാനിലെ സർവകലാശാലകൾ പോലെ ഒരുപാട് പ്രധാനപ്പെട്ട വിദ്യാകേന്ദ്രങ്ങളിൽ പുരോഗമന വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൻ്റെ പതാക ഉയരുന്നു. അപ്പം ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ഭാവിയിൽ ഇടതുപക്ഷത്തിന് ഒരു സംഭാവന. CPMൻ്റെ വോട്ട് കൂടുമോ എന്നുള്ളതാണ് ചോദ്യം. CPIMൻ്റെ വോട്ട് ഈ തെരഞ്ഞെടുപ്പിൽ വർദ്ധിക്കും എന്നുള്ളതിനകത്ത് കേരളത്തിൽ നിന്ന് CPIMൻ്റെയും ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെയും പ്രാതിനിധ്യം വലിയ തോതിൽ വർദ്ധിപ്പിക്കാൻ പോവുകയാണ്. ഇതിന് പുറമെ ഇപ്പോൾ തമിഴ്നാട്ടിൽ DMKയുമായി ചേർന്നുകൊണ്ട് 2 സീറ്റിൽ CPMും 2 സീറ്റിൽ CPIയും മത്സരിക്കുന്നു. CPM തമിഴ്നാട്ടിൽ നിന്നും മുമ്പ് അക്കൗണ്ട് തുറന്നിട്ടുണ്ട്. വീണ്ടും ഞങ്ങളുടെ പ്രതിനിധികൾക്ക് ജയിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു കൂട്ടുകെട്ടാണ് DMKയുമായി അവിടെ ഞങ്ങൾക്ക് ഉണ്ടാക്കാൻ. പക്ഷേ ഇതല്ലാത്ത സ്ഥലങ്ങളിൽ ശ്രീ ബേബി എങ്ങനെയാണ് പിന്നെ വരുന്നൊരു പ്രധാനപ്പെട്ട പ്രതീക്ഷ? BJP വിരുദ്ധ പാളയത്തെ നയിക്കേണ്ടത് കോൺഗ്രസ്സാണ്. ആ ഇടങ്ങളിൽ കോൺഗ്രസിന് വോട്ട് ചെയ്യുക എന്ന് തന്നെയാണോ CPM ആ നാടുകളിൽ പറയുന്നത്? അത്തരമൊരു സംസ്ഥാനമാണ് പിന്നെ രാജസ്ഥാൻ. അവിടെ 3 സീറ്റിൽ CPM മത്സരിക്കുന്നു. മധ്യപ്രദേശ് 3 സീറ്റിൽ CPM മത്സരിക്കുന്നു. മറ്റു സീറ്റുകളിൽ കോൺഗ്രസിനെ
അനുകൂലിക്കുമോ വേണ്ടയോ എന്നുള്ളത് ഇപ്പോൾ പറയേണ്ട കാര്യമില്ല. അല്ല, ഇതുപോലൊരു രാഷ്ട്രീയ വിശദീകരണം നടത്തുമ്പോഴും ഇവിടെ മാത്രം എത്തുമ്പോൾ CPM ഒന്ന് മെല്ലെ പിടിക്കുന്നത് കേരളത്തിലെ സാഹചര്യം കണ്ടുകൊണ്ടാണെന്നുള്ളത് വ്യക്തമാണ്. ഒരിക്കലുമല്ല. ഇപ്പം തൊട്ടയൽ സംസ്ഥാനമായ കർണാടകം, ആ കർണാടകയിൽ കോൺഗ്രസും ദേവഗൗഡയുടെ പാർട്ടിയും ചേർന്നൊരു കൂട്ടുകെട്ടാണുള്ളത്. പക്ഷെ എല്ലായിടത്തും അതല്ല. ബാംഗ്ലൂരിൽ പ്രകാശ് രാജ് എന്ന് പറയുന്ന പ്രശസ്തനായ അഭിനേതാവ് സ്വതന്ത്രനായി മത്സരിക്കുന്നു, പിന്തുണ അവിടെ CPM ആ സ്ഥാനാർത്ഥിക്ക് പിന്തുണ കൊടുക്കുകയാണ്. അപ്പം ഇതുപോലുള്ള സാധ്യതകൾ എവിടെയെങ്കിലും ഉണ്ടോ ഇല്ലയോ എന്നറിയാതെ ഞങ്ങൾ എന്തിന് പറയണം? അവിടെ ഒരു കാര്യം ഞാൻ അസന്നിഗ്ധമായി പറയാം. ഒരു സീറ്റിൽ BJPയെ തോൽപ്പിക്കാൻ കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥിയാണ് ഏറ്റവും സാധ്യതയുള്ള സ്ഥാനാർത്ഥിയായി നിൽക്കുന്നതെങ്കിൽ അവിടെ ഞങ്ങളുടെ സ്വാധീനം BJPയുടെ തോൽവിക്ക് വേണ്ടി ആ സ്ഥാനാർത്ഥി കൊടുക്കുന്നതിന് ഞങ്ങൾക്ക് യാതൊരു സന്ദേഹവും ഉണ്ടാവില്ല. ബംഗാളിൽ പിന്നെ സംഭവിച്ചത് എന്താണ്? കോൺഗ്രസും CPM-ഉം തമ്മിൽ എന്തുകൊണ്ടാണ് ബംഗാളിൽ ഒന്നിച്ച് കഴിയുന്ന നിലയിലെങ്കിലും പ്രവർത്തിച്ചു പോകാൻ കഴിയാത്തത്? ഇന്നത്തെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു പ്രശ്നമെന്ന് പറയുന്നത് BJP എന്ന് പറയുന്ന ഈ RSS എന്ന അർദ്ധഫാസിസ്റ്റ് സംഘടന നിയന്ത്രിക്കുന്ന പ്രസ്ഥാനം, ആ പ്രസ്ഥാനവുമായി കൂട്ടുകൂടുന്നത് അപമാനകരമാണെന്നുള്ള ഒരു മതേതര ജനാധിപത്യ ബോധ്യം നമ്മുടെ ഡോക്ടർ രാധാകൃഷ്ണനെ പോലെയുള്ള മുൻ PSC ചെയർമാൻ, കോൺഗ്രസ് ഉമ്മൻചാണ്ടിയും വളർത്തിക്കൊണ്ടുവന്ന ഒരു വ്യക്തി, സാമാന്യം നല്ല വിദ്യാഭ്യാസമൊക്കെ നേടിയ വ്യക്തി, അദ്ദേഹത്തിന് പോലും ഒരു തോൽക്കുന്ന സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതിൽ പോലും BJP ചേരാൻ മടിയില്ല എന്ന അവസ്ഥ. എൻ്റെ സമകാലിക KSU നേതാവായിരുന്ന രാമൻ നായർ, അദ്ദേഹം BJP. അപ്പം ഇതുപോലുള്ളൊരു പ്രതിഭാസം ബംഗാളിലും പ്രവർത്തിക്കുന്നു. അതാണ് ബംഗാളിലെ ഇടതുപക്ഷത്തിന് മുമ്പിലുള്ള ഏറ്റവും വലിയ ഒരു വെല്ലുവിളി. അല്ല, അവിടെ ആ പറഞ്ഞ സാഹചര്യത്തിൽ CPM-കാരും BJP-യിലേക്ക് പോകുന്നുണ്ട്. CPM-ന്റെ പാർട്ടി ഓഫീസുകൾ പോലും BJP ഓഫീസുകളായി മാറുന്നു. വലിയ പ്രചരണം ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് കേരളത്തിലുണ്ട്. അത് ഒരു പ്രചരണമാണ്. കർണാടകയിലെ മുഖ്യമന്ത്രിയായിരുന്ന SM കൃഷ്ണയെ പോലുള്ളവരടക്കം സംഘടിതമായി പോകുന്ന ഈ പ്രവണതയുമായും CPM-ൽ നിന്ന് പുറത്താക്കുന്നവർ അവിടെ ഇവിടെ ഒന്നോ രണ്ടോ ആളുകൾ BJP-യിൽ ചേർന്നതുമായി നമ്മൾ കൂട്ടിക്കൊഴിക്കേണ്ടതില്ല. ബംഗാളിലെ സ്ഥിതി ചോദിച്ചു. അല്ല, പ്രധാന ഭാഗത്തേക്ക് ഞാൻ വരികയാണ്. അവിടെ CPM ലക്ഷ്യം വെക്കുന്നത് ഈ മമതാ ബാനർജിയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസിൻ്റെ അർദ്ധഫാസിസ്റ്റ് ഭീകരത, അത് ബംഗാളിൽ ഉണ്ടാക്കുന്ന പ്രശ്നം. BJP കടന്നു വരാൻ വേണ്ടി നടത്തുന്ന ശ്രമങ്ങൾ, ഇതിന് രണ്ടിനെയും എതിർത്തുകൊണ്ട് കേന്ദ്രത്തിൽ BJP-യെ തോൽപ്പിക്കുക, പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസിനെ ഒറ്റപ്പെടുത്തുക എന്ന ദ്വിമുഖതന്ത്രം മുന്നോട്ട് വെക്കുന്ന ഘട്ടത്തിൽ അവിടുത്തെ പൊതുസമൂഹത്തിൽ ചില ചോദ്യങ്ങൾ ഉയർന്നു വന്നു. മാധ്യമങ്ങൾ ചില ചോദ്യങ്ങൾ ഉയർത്തി, ഇതുപോലുള്ള അഭ്യൂഹങ്ങൾ ചോദിച്ചു. കോൺഗ്രസും പിന്നെ ലെഫ്റ്റും തമ്മിലുള്ള ബന്ധം എന്താകും? നിങ്ങൾക്ക് രണ്ടു കൂട്ടർക്കുമുള്ള ഇന്നത്തെ 6 സീറ്റ്, കോൺഗ്രസിൻ്റെ 4 സീറ്റും CPM-ന് 2 സീറ്റും, ഈ സീറ്റുകളിൽ എങ്കിലും നിങ്ങൾക്ക് പരസ്പരം മത്സരിക്കാതിരിക്കാൻ കഴിയുമോ എന്ന് ചോദ്യം ഉന്നയിച്ചപ്പോൾ CPM നേതൃത്വം പറഞ്ഞു, കോൺഗ്രസുമായിട്ട് എന്തെങ്കിലും തെരഞ്ഞെടുപ്പ് നീക്കുപോക്കിനൊന്നും ഞങ്ങൾ തയ്യാറല്ല. എന്നാൽ CPM-ന് 2 സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുകയില്ല എന്ന നിലപാടാണെങ്കിൽ കോൺഗ്രസിൻ്റെ 4 സീറ്റ് CPM വേണമെങ്കിൽ ഇടതുപക്ഷം ആലോചിച്ചിട്ട് ഞങ്ങളൊരു നിലപാടെടുക്കാം എന്ന് പറഞ്ഞപ്പോൾ ആ വളരെ പ്രായോഗികമായ ഒരു BJP വിരുദ്ധ തൃണമൂൽ വിരുദ്ധ നിലപാടുമായി സഹകരിക്കാൻ കോൺഗ്രസിൻ്റെ പശ്ചിമ ബംഗാൾ ഘടകം തയ്യാറല്ല എന്നാണ് മനസ്സിലാക്കുന്നത്. കോൺഗ്രസിൻ്റെ അഖിലേന്ത്യാ നേതൃത്വം ഇത് പരിശോധിക്കുന്നതിൽ തരക്കേടില്ല എന്നൊരു അഭിപ്രായം പറഞ്ഞതായിട്ട് കേട്ടു. കോൺഗ്രസിനും CPM-നും പരസ്പരം അല്ലെ ഇടതു പാർട്ടികൾക്കും സഹകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം വരുന്നതോടുകൂടി BJP-യുടെ സാധ്യതകളല്ലേ ബംഗാളിൽ വർദ്ധിക്കുക? ബംഗാളിൽ BJP അതിൻ്റെ സ്ഥിതി മെച്ചപ്പെടുത്തും എന്ന് കരുതാൻ ഇന്നത്തെ നിലയിൽ നിവൃത്തിയില്ല. പക്ഷെ അവിടുത്തെ ഒരു പ്രശ്നം, ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവർക്ക് നല്ല സാന്നിധ്യമുള്ള ഒരു സംസ്ഥാനമാണ് പശ്ചിമ ബംഗാൾ. മമതാ ബാനർജി ഒരു പ്രത്യേക തരത്തിലുള്ള വർഗീയ ധ്രുവീകരണത്തിലൂടെ സ്വന്തം സ്വാധീനം വർദ്ധിപ്പിക്കാനാണ് ശ്രമിക്കുന്നത്. അതിൻ്റെ വിപരീതമായ ഒരു സ്ഥാനത്ത് നിന്നുകൊണ്ട് ഇതേ വർഗീയ ധ്രുവീകരണം മറ്റൊരു രൂപത്തിൽ BJP-ക്ക് അനുകൂലമായി ശക്തിപ്പെടുത്താനും അവർ ശ്രമിക്കുന്നുണ്ട്. എന്തായിരിക്കും ഈ ധ്രുവങ്ങൾ എന്നുള്ള കാര്യം ഞാൻ എടുത്ത് പറയേണ്ട കാര്യമില്ല. അപ്പം ഇതാണ് ബംഗാൾ രാഷ്ട്രീയത്തിൻ്റെ ഏറ്റവും വലിയൊരു ആപത്ത്. ബംഗാളിലെ CPM-ന്റെ ഇടതു പാർട്ടികളുടെ തകർച്ച. ഇപ്പോൾ കോൺഗ്രസ് അതുപോലെ ചരിത്രപരമായി തകർന്നു. അതിനെ ഏതെങ്കിലുമൊക്കെ വിധത്തിൽ മടക്കി കൊണ്ടുവരാൻ രാഹുൽ ഗാന്ധിയുടെ അശ്രാന്ത പരിശ്രമത്തിൽ കുറേയേറെ സാധിച്ചിരിക്കുന്നു. പക്ഷേ ഇന്നും നിർഭാഗ്യകരമാണ്, ബംഗാളിലെ ആ വലിയ തകർച്ചയിൽ നിന്ന് CPM-ന് ആ മട്ടിൽ കരകയറി വരാനായിട്ടില്ല, മമതയോട് പൊരുതി നിൽക്കാനായിട്ടില്ല. അതിൻ്റെ കാരണങ്ങളൊന്നുമല്ല ഞാൻ ചോദിക്കുന്നത്. താങ്കളെ പോലൊരു നേതാവിനെ ഏറെ വേദനിപ്പിക്കുന്ന ഒരു രാഷ്ട്രീയ അവസ്ഥയാണോ ബംഗാൾ? ബംഗാളിൻ്റെ സ്ഥിതിയെക്കുറിച്ച് പറയുമ്പോൾ ബംഗാളിൻ്റെ ചരിത്രത്തിൽ കുറച്ചും കൂടെ പുറകിലേക്ക് പോയാൽ 1972 നടന്ന സിദ്ധാർത്ഥ ശങ്കറയുടെ നേതൃത്വത്തിൽ അട്ടിമറിക്കപ്പെട്ട തിരഞ്ഞെടുപ്പിൽ ബാരാനഗർ മണ്ഡലത്തിൽ ജ്യോതിബാസുവും തോറ്റു 10,000 കണക്കിന് വോട്ടുകളുടെ കുറവിൽ.
എന്ന വാർത്ത വിദ്യാർത്ഥി ജീവിതകാലത്ത് കേട്ട ഒരാളാണ് ഞാൻ. ജ്യോതിബാസ് പോലും തോറ്റു എന്ന് പറയുന്ന തിരിച്ചടിയിൽ നിന്നും 1977 72 സംഭവിക്കുന്നത്. 5 വർഷം കഴിഞ്ഞു. അടിയന്തരാവസ്ഥ ആദ്യം പ്രഖ്യാപിച്ചത് അവിടെയാണ്. ബംഗാൾ തിരിച്ചു വന്നു, 35 വർഷം ഇരുന്നു. അതുകൊണ്ട് ഇന്ന് ബംഗാളിലുള്ള തിരിച്ചടിയും ഭാവിയിൽ ഞങ്ങളുടെ തിരിച്ചുവരവിന് ചവിട്ടുപടിയായിട്ട് ഞങ്ങൾ ഉപയോഗപ്പെടുത്തുമെന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ ഞാൻ. അതാണ് ഈ വിലയിരുത്തൽ ഒരു പ്രശ്നം. ഈ തകർച്ചയെക്കുറിച്ച് ചോദിക്കുമ്പോൾ ഈ ഭൂതകാല കുളിരിൽ അഭിരമിക്കുന്നതിൻ്റെ ഒരു പ്രശ്നമുണ്ട്. അതേ ജ്യോതിബാസു 3 പതിറ്റാണ്ടിലധികം ഭരിച്ച് വീണ്ടും തകർന്നടിഞ്ഞു പോയത്, അതിൻ്റെ സംഘടനാ സംവിധാനം പോലും തകർന്നു. അതിനൊരു തിരിച്ചുവരവ് ഈ പഴയതുമായി യാതൊരു താരതമ്യവുമില്ലാത്ത വിധമുള്ള വലിയ പരാജയമാണ്. ആ തിരിച്ചുവരവ് ഉടനെ സാധിക്കുമോ ഇല്ലയോ എന്ന് ചോദിച്ചാൽ ഉടനെ സാധിക്കുമെന്നൊന്നും ഞാൻ വീമ്പിളക്കില്ല. പക്ഷേ വൈകിയാൽ പോലും അവിടെ ഒരു തിരിച്ചുവരവ് സാധ്യമാണെന്ന് വിളംബരം ചെയ്യുകയാണ് ബ്രിഗേഡ് പരേഡ് റാലി. സീതാറാം പങ്കെടുത്ത, അതിനുമുമ്പ് മമതാ ബാനർജി ഒരു റാലി നടത്തിയിരുന്നു. ആ റാലിയെ നിഷ്പ്രഭമാക്കുന്ന അതിബൃഹത്തായ ഒരു ബഹുജന സഞ്ചയം ഒത്തുകൂടുന്ന റാലി അവിടെ നടന്നു. അത് സൂചിപ്പിക്കുന്നത് ഇടതുപക്ഷ ഹൃദയം ബംഗാളിൽ ഇനിയും കൈമോശം വന്നിട്ടില്ല. രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കുമെന്നുള്ളതാണ് മുല്ലപ്പള്ളി പറഞ്ഞത്. ഡൽഹിയിൽ ചില രാഷ്ട്രീയ നാടകങ്ങൾ നടക്കുന്നുണ്ട്. ഇവരെല്ലാം, കേരളത്തിലെ നേതാക്കളെല്ലാം സംശയിക്കുന്നത് CPM-നെയാണ്, CPM-ൻ്റെ നേതാക്കളെയാണ്. മറ്റ് നേതാക്കളെ കൊണ്ട് രാഹുലിൻ്റെ അടുത്ത് പറയിപ്പിക്കുന്നു. ഒരു കാര്യം വ്യക്തമാണ്, ഡൽഹിയിൽ ഈ നേതാക്കൾക്കിടയിലെ കോൺഗ്രസ് CPM നേതാക്കൾക്കിടയിലെ അന്തർധാര സജീവമാണ്. അതാണ് ഈ കേരളത്തിലെ നേതാക്കളെ ഇത്രമേൽ അസ്വസ്ഥതപ്പെടുത്തുന്നത്. അങ്ങനെയാണോ ശ്രീ ബേബി? കോൺഗ്രസ് പാർട്ടിയുടെ സ്ഥാനാർത്ഥികൾ ആരെല്ലാം എവിടെല്ലാം മത്സരിക്കണം എന്നുള്ളത് ഒരിക്കലും ഞങ്ങളുടെ അജണ്ടയല്ല. കോൺഗ്രസിൻ്റെ ഒരു സ്ഥാനാർത്ഥി എവിടെ മത്സരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ അജണ്ടയല്ല. ഇനി അതിൻ്റെ ഇന്നത്തെ അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധി എവിടെ മത്സരിക്കണം എന്ന് പറയാനുള്ള വല്ല അവകാശവും ഞങ്ങൾക്ക് കോൺഗ്രസ് നേതാക്കൾ വിമർശിച്ചല്ലോ. ശ്രീ പിണറായി വിജയൻ തന്നെ വയനാട്ടിൽ നിന്നും രാഹുൽ ഗാന്ധി മത്സരിക്കുകയാണെങ്കിൽ അത് നൽകുന്ന സന്ദേശം എന്താണ് എന്നുള്ള ചോദ്യം പിണറായി വിജയൻ ഉന്നയിച്ചിട്ടുണ്ട്. അത് രഹസ്യമായിട്ട് ഉന്നയിച്ചതല്ല, അന്തർനാടകങ്ങളല്ല. മുല്ലപ്പള്ളി രാമചന്ദ്രൻ പറഞ്ഞ അന്തർനാടകങ്ങളും അന്തർധാരയും എന്നാണ്. അതൊന്നുമല്ല, ഞങ്ങൾ പറയാനുള്ള കാര്യങ്ങൾ പരസ്യമായി പറയും. BJPക്ക് കെട്ടിവെച്ച കാശ് പോയ ഒരു മണ്ഡലത്തിൽ കേരളത്തിൽ വന്ന് മത്സരിക്കാൻ രാഹുൽ ഗാന്ധി തയ്യാറാവുമ്പോൾ രാഹുൽ ഗാന്ധി എതിർക്കുന്നത് മുഖ്യമായും അവിടെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനം. ഞാൻ ചോദിച്ചത് ഇടതുപക്ഷവുമായിട്ടല്ല കോൺഗ്രസ് മത്സരിക്കേണ്ടത് എന്നൊരു മെസ്സേജ് കോൺഗ്രസിന് പകർന്നു കൊടുക്കുന്നു എന്നതൊരു തെറ്റായ കാര്യമാണ്. കോൺഗ്രസ് അധ്യക്ഷൻ ശ്രീ രാഹുൽ ഗാന്ധിയെ സീതാറാം യെച്ചൂരിയോ മറ്റാരെങ്കിലുമോ വിളിച്ചറിയിച്ചു എന്നൊരാക്ഷേപമുണ്ടെങ്കിൽ അത് ശ്രീ രാഹുൽ ഗാന്ധി തന്നെ പറയട്ടെ, എന്നിട്ട് ഞങ്ങൾ മറുപടി പറയാം. പക്ഷേ ഇവിടെ ഈ നേതാക്കൾ അത് ഉറപ്പിച്ച് പറയുകയാണ്, വാർത്തകളും ആ രൂപത്തിൽ വരുന്നുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇവിടുത്തെ നേതാക്കന്മാരല്ല ഇക്കാര്യം പറയേണ്ടതെന്ന്. ഞാൻ വയനാട്ടിൽ മത്സരിക്കാൻ തയ്യാറാകുമായിരുന്നു, എന്നാൽ CPM-ൻ്റെ നേതാക്കന്മാർ വിളിച്ചു പറഞ്ഞതുകൊണ്ട് ഞാൻ പോകുന്നില്ല എന്നുണ്ടെങ്കിൽ ശ്രീ രാഹുൽ ഗാന്ധിക്ക് എന്നത് പറയാമല്ലോ. ലെറ്റ് us hear it from the horse's mouth. CPM-ൻ്റെ വിശദീകരണമാകാമല്ലോ. രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഉണർവുണ്ടാവുമെങ്കിൽ രാഹുൽ ഗാന്ധി മത്സരിക്കുന്ന ഉത്തർപ്രദേശിൽ ഉണർവുണ്ടാവണ്ടേ? കഴിഞ്ഞ തവണ മുമ്പത്തെ തവണയെല്ലാം രാഹുൽ ഗാന്ധി കേരളത്തിലെ കാര്യമാണ് പറഞ്ഞത്. അല്ല, UDF-ൻ്റെ വിശ്വാസമാണ് ഞാൻ പറഞ്ഞത്. UDF-ൻ്റെ ആ വിശ്വാസം യുക്തിസഹമായി പരിശോധിക്കുമ്പോൾ ഇത് കേരളത്തിൽ മാത്രം ഉണ്ടാവുന്നതല്ലല്ലോ. കോൺഗ്രസ് നേതൃത്വത്തിലുള്ള ഈ നെഹ്റു കുടുംബവുമായി നാഭീനാള ബന്ധമുള്ള സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. ഫൂൽപൂർ, പണ്ഡിറ്റ് നെഹ്റു മത്സരിച്ചിട്ടുള്ള മണ്ഡലം. ഇതൊക്കെയുള്ള ആ സംസ്ഥാനത്തല്ലേ രാഹുൽ ഗാന്ധി മത്സരിച്ചാൽ ഏറ്റവും കൂടുതൽ ഉണർവുണ്ടാവേണ്ടത്? അതുണ്ടായില്ലല്ലോ. അപ്പോൾ പിന്നെ ഈ തെക്കേ അറ്റത്തുള്ള കേരളത്തിൽ ഒന്ന് മത്സരിച്ചാൽ ഉണ്ടാവുമോ? ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം ഏത് നേതാവ് ഏത് മണ്ഡലത്തിൽ മത്സരിക്കുന്നു എന്നുള്ളതല്ല. നമ്മുടെ ജനങ്ങളെ ബാധിക്കുന്ന വിഷയം തൊഴിലില്ലായ്മ, കാർഷിക മേഖലയുടെ തകർച്ച, അവിടുത്തെ ആത്മഹത്യ, വിദ്യാഭ്യാസത്തിൻ്റെ വർഗീയവൽക്കരണം, ആൾക്കൂട്ട കൊലപാതകങ്ങൾ, കൽബുർഗിയെയും ഗൗരി ലങ്കേഷിനെയും പോലുള്ളവരെ വെടിവെച്ച് കൊല്ലുന്ന തീവ്ര വർഗീയതയുടെ ബീഭത്സമായ രൂപങ്ങൾ. ഇതൊക്കെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ചർച്ച ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ. VS അച്യുതാനന്ദൻ മന്ത്രിസഭയിലെ മന്ത്രിയായിരിക്കെ ഡൽഹിയിൽ പോയി കേന്ദ്ര സമീപനത്തിനെതിരെ സമരം ചെയ്ത ഒരാളാണ് താങ്കളടക്കമുള്ളവർ, ഓർമ്മയുണ്ടാകുമല്ലോ. പക്ഷേ ആ നിലയിൽ മുഖ്യമന്ത്രി കേന്ദ്ര ഭരണത്തിൻ്റെ വിമർശകനാകുന്നതിൽ ഒരു മൃദു നിലപാട് കാഴ്ചവെക്കുന്നുണ്ടോ? ഞങ്ങൾ VS അച്യുതാനന്ദൻ ഗവൺമെൻറ് മന്ത്രിയായിരുന്നു. ഞങ്ങളെല്ലാം VS-ൻ്റെ നേതൃത്വത്തിൽ ഡൽഹിയിൽ പോയി സമരം നടത്തിയത് ആ ഗവൺമെൻറ്റിൻ്റെ തീരുമാനം മാത്രമല്ല, അന്നത്തെ പാർട്ടിയുടെ സംസ്ഥാന സെക്രട്ടറിയായ പിണറായി വിജയൻ ഉൾപ്പെട്ട ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൂടി തീരുമാനിച്ചിട്ടാണ്. അപ്പോൾ ആ സമരത്തിൽ VS-നൊപ്പം പിണറായി വിജയനും ഒക്കെ ഉണ്ടായിരുന്നു. അതാണൊന്ന്. ഇന്ന് പിണറായി വിജയൻ ഗവൺമെൻറ്, നരേന്ദ്രമോദി ഗവൺമെൻറ്റിനെതിരായിട്ട് ഏതെല്ലാം വിഷയങ്ങളിലാണ് ഉറച്ച നിലപാടെടുത്തിട്ടുള്ളത്? ഡിമോണിറ്റൈസേഷൻ്റെ വിഷയം ഏറ്റവും രൂക്ഷമായ വിമർശനമല്ലേ പിണറായി വിജയൻ നടത്തിയത്? മുഖ്യമന്ത്രിയായിരുന്ന പിണറായി വിജയൻ നേരിട്ട് പോയി റിസർവ് ബാങ്കിൻ്റെ തിരുവനന്തപുരത്തെ ഓഫീസിൻ്റെ മുമ്പിലിരുന്ന് സമരം നടത്തിയൊരു സന്ദർഭം ഓർക്കണം. പ്രളയാനന്തരം നമ്മൾക്ക് കിട്ടേണ്ടുന്ന ന്യായമായ സഹായം
അത് കിട്ടാതെ വന്ന കേന്ദ്ര സർക്കാരിനെതിരെ ഒരു ശക്തമായ നിലപാട്, ഒരു വിമർശനം അത് യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുണ്ടോ? തെരഞ്ഞെടുപ്പിൻ്റെ പ്രചരണ രംഗത്തേക്ക് പോലും നമ്മൾ ഈ സംസാരിക്കുന്ന നിമിഷം വരെയും അതൊരു പ്രധാന വിഷയമായി കടന്നു വന്നിട്ടുമില്ല. അവിടെ ഞാൻ കൃത്യമായി ഓർക്കുന്നു, രക്ഷാപ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ വന്ന വ്യോമസേനയുടെ വിമാനത്തിൻ്റെ വാടക വരെ ഇവർ ചോദിച്ചിരിക്കുന്നു. ആ സമയത്ത് ദുരിതാശ്വാസ ക്യാമ്പുകൾ വിതരണം ചെയ്യാൻ വേണ്ടി കേന്ദ്രത്തിൽ നിന്ന് സംസ്ഥാന ഗവൺമെൻറ് ആവശ്യപ്പെട്ടതനുസരിച്ച് അയച്ചു തന്ന അരിയുടെയും ഗോതമ്പിൻ്റെയും വില ഇവർ ചോദിക്കുന്നു. ഇത്തരത്തിൽ ഉള്ള അനുഭവങ്ങൾ മുഴുവൻ പിണറായി വിജയൻ എണ്ണി പറഞ്ഞു. കൂട്ടത്തിൽ പറയുകയും ചെയ്തു, ഇതെല്ലാം പട്ടാളത്തെ ഏൽപ്പിക്കണമെന്നാണ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടിരുന്നത്. അങ്ങനെ ആയിരുന്നെങ്കിൽ കേരള ഖജനാവിലെ മുഴുവൻ പണവും ആ പട്ടാളക്കാരുടെ കൂലിവേല ചെലവെന്ന് പറഞ്ഞിട്ട് കേന്ദ്രം ആവശ്യപ്പെടുമായിരുന്നു എന്ന കാര്യമടക്കം പിണറായി വിജയൻ്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയും ഗവൺമെന്റിന്റെ വക്താക്കളും വ്യത്യസ്ത സന്ദർഭങ്ങളിൽ വിശദീകരിച്ചു. പ്രളയാനന്തരമുള്ള കേരള സഹായത്തിലെ കേന്ദ്ര അവഗണനയ്ക്കെതിരെ ഒരു രാഷ്ട്രീയ സമരത്തിലേക്ക് യഥാർത്ഥത്തിൽ പോകേണ്ടതായിരുന്നില്ലേ കേരളത്തിൽ? കേന്ദ്രത്തിനെതിരായിട്ട് വേണമെങ്കിൽ ഒരു സമരവും സംഘടിപ്പിക്കാവുന്നതാണ്, ആലോചിക്കാം, പറ്റാത്ത കാര്യമൊന്നുമല്ലാതെ. പക്ഷേ പ്രളയത്തെ ഒരു രാഷ്ട്രീയ വിഷയമാക്കി മാറ്റി കേരളത്തിലെ ജനങ്ങളുടെ പിന്തുണ പ്രളയത്തോടുള്ള കേന്ദ്ര ഗവൺമെന്റിന്റെ സമീപനത്തെ വിമർശിച്ചുകൊണ്ട് കൂടുതൽ അണിനിരത്താൻ മുഖ്യമന്ത്രി ശ്രമിച്ചു എന്നത് വേണമെങ്കിൽ ചിലർക്ക് വിമർശിക്കാനുള്ളൊരു അവസരവുമാകും. അത് വേണ്ട എന്ന് തീരുമാനിക്കാനുള്ള പക്വത ആ നിലയിൽ CPM ആലോചിച്ച് വേണ്ട എന്ന് വെച്ചതാണ്. അതൊരു CPM ഗവൺമെന്റിന്റെയും CPM നേതൃത്വത്തിന്റെയും സംസ്ഥാന ഗവൺമെന്റിന്റെയും ഒരു പക്വതയായിട്ടാണ് അതിനെ കാണേണ്ടത്. ശബരിമല വിഷയം യഥാർത്ഥത്തിൽ ഒരു പ്രതികൂല സാഹചര്യമല്ലേ CPM-നെ സംബന്ധിച്ച്? രണ്ട് നിലയിലാണ് ഇതിനെ കാണുന്നത്. ഞങ്ങളിപ്പോൾ അതൊക്കെ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അത്തരത്തിലുള്ളൊരു പരിശോധനാ ചർച്ചയിൽ നിന്നാണ് ഞാൻ വരുന്നത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ വെളിച്ചത്തിൽ എനിക്ക് പറയാൻ കഴിയും, ശബരിമലയുമായി ബന്ധപ്പെട്ട് CPIM-നെയും ഇടതുപക്ഷത്തെയും അനുകൂലിക്കുന്ന ചെറിയൊരു വിഭാഗത്തിൻ്റെ ചില ആശയക്കുഴപ്പങ്ങളും ചില സംശയങ്ങളും ഉണ്ടായിട്ടുണ്ട്. ശബരിമല വിഷയവുമായി ബന്ധപ്പെട്ട് സംശയങ്ങളുള്ളവർക്ക് പോലും ഈ തെരഞ്ഞെടുപ്പിൽ CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുമാണ് വോട്ട് ചെയ്യേണ്ടതെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല. ചെങ്കൊടിയെയും ചുറ്റികരുവാൾ നക്ഷത്രത്തെയും ഉപേക്ഷിച്ചുകൊണ്ടൊരു തെരഞ്ഞെടുപ്പ് ഞങ്ങൾക്ക് കാണാൻ. അപ്പം ഈ വിശ്വാസം പോലെ തന്നെ രൂഢമൂലമായ വിശ്വാസമാണ് ചെങ്കൊടി പ്രസ്ഥാനത്തോടുള്ള. അപ്പോൾ അതിൻ്റെ ഒരു താൽക്കാലികമായ തിരിച്ചടി നേരിടേണ്ടി വരുമോ എന്നുള്ളതാണ്. ജന്മഭൂമി സ്വാഗതം ചെയ്ത, BJP സ്വാഗതം ചെയ്ത, കോൺഗ്രസ് നേതൃത്വം സ്വാഗതം ചെയ്ത ഒരു വിധിയാണ്. പുരോഗമനവാദികളും സ്വാഗതം ചെയ്തതാണ്. നിഷ്കളങ്കരായും ദുരുദ്ദേശം കൂടാതെയും ചില ആളുകളും സമരരംഗത്ത് വന്നിട്ടുണ്ടാകും, നാമജപഘോഷയാത്രയായിട്ട് വന്നിട്ടുണ്ടാകും. കേരളീയ സമൂഹത്തിൻ്റെ ഒരു പുരോഗമനവൽക്കരണവും ഈ വിധിയുടെ ഭാഗമായി നടന്നിട്ടുണ്ട്. മറുഭാഗത്ത് ഒരു വർഗീയവൽക്കരണവും നടന്നിട്ടുണ്ട്. ശബരിമലയുമായി ബന്ധപ്പെട്ട് അതിനെ വോട്ടാക്കി മാറ്റാൻ ചിലർ ഗൂഢമായ നീക്കങ്ങൾ നടത്തുന്നുണ്ട്. അത് കേരളത്തിൽ വിലപ്പോവില്ല എന്നാണ് ഞങ്ങൾ. മറ്റൊരു പ്രധാന വിഷയം ഈ കൊലപാതക രാഷ്ട്രീയം, അക്രമ രാഷ്ട്രീയം. അതിൽ P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം ഒരു വലിയ സാധ്യതയായ ചർച്ചാ വിഷയം തുറന്നു കിട്ടിയിട്ടുണ്ട് കോൺഗ്രസിനെ, UDF-നെ സംബന്ധിച്ച്. അതിൻ്റെ പുറത്ത് അവർ പോവുകയും ചെയ്യുന്നുണ്ട് മുന്നോട്ട്. ഇതിനിടയിൽ കേട്ടൊരു കമൻറ്റ്, സത്യത്തിൽ P. ജയരാജന്റെ സ്ഥാനാർത്ഥിത്വം കഴിഞ്ഞ തവണ കൊല്ലത്ത് MA ബേബി മത്സരിച്ചതുപോലെ വരൂ എന്ന നിലയിൽ ഒരു ആരോപണം, അല്ലെങ്കിൽ എന്ന നിലയിൽ ഒരു രാഷ്ട്രീയ ഫലിതം കൂടിയുണ്ട്. CPM-ന് ഒരു പിഴവ് സംഭവിക്കും എന്നാണ് അവർ പറയുന്നത് ആ സ്ഥാനാർത്ഥിത്വത്തിൽ. യഥാർത്ഥത്തിൽ P. ജയരാജനുമായി ബന്ധപ്പെട്ട് ഇത്തരത്തിലൊരു ചർച്ച ചിലർ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുന്നത് P. ജയരാജനും CPIM-നും LDF-നും നല്ലതാണെന്നാണ് ഞാൻ കരുതുന്നത്. RSS-ന്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമാണ്. കോൺഗ്രസിൻ്റെ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ജീവിച്ചിരിക്കുന്ന ഉദാഹരണമായിരുന്നു സൈമൺ ബ്രിട്ടോ. ആ ബ്രിട്ടോ ഇല്ലാതെ നടക്കാൻ പോകുന്ന ഒരു തെരഞ്ഞെടുപ്പാണ്. പക്ഷേ ബ്രിട്ടോ പിന്നീട് ഒരിക്കലും കേട്ടിട്ടില്ല P. ജയരാജൻ കേട്ടതുപോലുള്ള ആരോപണം. സഖാവ് P. ജയരാജനെ കുറിച്ച് അദ്ദേഹം അക്രമിയാണെന്ന് പറഞ്ഞുകൊണ്ട് നടത്തുന്ന ചിത്രീകരണം മുഴുവൻ അടിസ്ഥാനരഹിതമാണ്. ഒരു കാര്യം ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു, CPIM-ന്റെ പ്രവർത്തകരായിരുന്നു കൊണ്ട് ഇത്തരം അക്രമ സംഭവങ്ങളിൽ ആരും ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഞാൻ പറയില്ല. ചിലർ ഉൾപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ ഉൾപ്പെട്ടിട്ടുള്ളവരുടെ പേരിൽ നടപടിയെടുത്ത് അവരെ പുറത്താക്കാൻ, അപ്പം മറ്റേയാളെന്നും കൊടുത്തിട്ടില്ല എന്നുള്ള ചോദ്യമൊക്കെ വേണമെങ്കിൽ വരാം. പക്ഷെ ഞാൻ തിരിച്ച് നിങ്ങളോട് ചോദിക്കുന്നു, മാധ്യമ ലോകത്തോട് ചോദിക്കുകയാണ്, ശരത്തിനോട് ചോദിക്കുകയല്ല, മാധ്യമ ലോകത്തിനോട് ചോദിക്കുന്ന ഒരു ചോദ്യം, RSS-ൽ ഒരു കൊലപാതകത്തിൽ ഉൾപ്പെട്ടതിൻ്റെ പേരിൽ ഏതെങ്കിലും ഒരാൾ നടപടിക്ക് വിധേയനായിട്ടുണ്ടോ? ഏതെങ്കിലും ഒരു കോൺഗ്രസ്സുകാരനെ കൊന്നതിൻ്റെ പേരിൽ ഒരു കോൺഗ്രസ്സുകാരൻ്റെ പേരിൽ നടപടിയെടുത്തിട്ടുണ്ടോ? CPIM കൊലപാതക പ്രവർത്തനത്തിൽ പങ്കെടുത്ത കുറ്റത്തിന് 2 സന്ദർഭങ്ങളിൽ, ഇപ്പോൾ കാസർഗോട്ടെ സംഭവത്തെ തുടർന്ന് പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി മെമ്പർ പീതാംബരനെ പുറത്താക്കി. TP ചന്ദ്രശേഖരൻ സംഭവത്തിൽ പാർട്ടിയുടെ ലോക്കൽ കമ്മിറ്റി അംഗമാണ് രവീന്ദ്രനെ പുറത്താക്കി.
സ്വന്തം പാർട്ടിയിൽപ്പെട്ടവർ കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെടുമ്പോൾ അതിൽ നടപടിയെടുക്കാൻ തയ്യാറായ കേരളത്തിലെ ഒരേ ഒരു പാർട്ടി CPIM ആണ്. CPIM-ന് ഇത്തരം കാര്യങ്ങൾ ചിലപ്പോൾ സ്വയംവിമർശനം നടത്തേണ്ടതുണ്ടാവാം. ഇടയ്ക്കാരോ ചോദിച്ച പോലെ പി ജയരാജൻ്റെ സ്ഥാനാർത്ഥിത്വം പീതാംബരന്മാരെ ആഹ്ലാദിപ്പിക്കുന്നതാകുമോ? ഒരിക്കലുമില്ല. പി ജയരാജൻ കണ്ണൂരിലെ കിടയറ്റ സംഘാടകനാണ്. ഞങ്ങളുടെ ചില സഖാക്കളുടെ ജീവൻ സംരക്ഷിക്കുന്ന സന്ദർഭങ്ങളിൽ ചില അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായെന്ന് വരും. പക്ഷെ CPIM ഒരിക്കലും ആസൂത്രണം ചെയ്ത് ഒരു പകപോക്കൽ അക്രമത്തിലേക്ക് നീങ്ങാൻ പാടില്ല എന്നുള്ളതാണ് പാർട്ടിയുടെ സമീപനം. ഈ സമീപനത്തിൻ്റെ ലംഘനങ്ങൾ ഉണ്ടായതുകൊണ്ടാണ് പീതാംബരൻ്റെയും രവീന്ദ്രൻ്റെയും ഒക്കെ പേരിൽ നടപടി ഉണ്ടായത്. നമ്മളേതായാലും ദേശീയ സംസ്ഥാന രാഷ്ട്രീയത്തിലെ അനുകൂലവും പ്രതികൂലവുമായ ഘടകങ്ങൾ പലതും വേഗത്തിൽ സംസാരിച്ചല്ലോ. ഈ 2019 എന്താണ് കൊല്ലത്തെക്കുറിച്ചുള്ളൊരു വിലയിരുത്തൽ? കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സന്ദർഭത്തിൽ പൊടുന്നനവേ പ്രേമചന്ദ്രൻ തൻ്റെ പാർട്ടിയോടും തന്നോടും ഒരു അനീതി കാണിച്ചു എന്ന ഒരു അവതരണത്തിലൂടെയാണ് വ്യക്തിപരമായ ചില വോട്ടുകളെല്ലാം നേടിയെടുക്കുന്നതിൽ വിജയിച്ചത്. കോൺഗ്രസിൻ്റെ സിറ്റിംഗ് MP-ക്ക് പകരം തങ്ങൾ തിരഞ്ഞെടുത്തയച്ചാൽ തങ്ങളുടെ വർഗ താല്പര്യങ്ങൾ സംരക്ഷിക്കും എന്ന് കോൺഗ്രസിന് ഉറപ്പുണ്ടായതുകൊണ്ടാണ് വലതുപക്ഷ രാഷ്ട്രീയത്തിൻ്റെ ദത്തുപുത്രനായി പ്രേമചന്ദ്രൻ ഏറ്റെടുത്തത്. ഇപ്പോൾ ആ പ്രേമചന്ദ്രൻ കേരള മുഖ്യമന്ത്രി ബൈപ്പാസ് ഉദ്ഘാടനം ചെയ്യേണ്ട BJP-യുടെ നേതാവ് കൂടിയായ നരേന്ദ്രമോദിയാണ് ഉദ്ഘാടനം ചെയ്യേണ്ടതെന്ന് പറഞ്ഞുകൊണ്ട് BJP-ക്ക് ആദ്യമായി കൊല്ലത്ത് രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് പ്രചരണ യോഗം നടത്താൻ സന്ദർഭം സൃഷ്ടിച്ചു കൊടുത്തുകൊണ്ട് നരേന്ദ്രമോദിയും കൊണ്ടുവരുന്നു. അപ്പോൾ ഇടതുപക്ഷത്തെ ഉപേക്ഷിച്ച് കോൺഗ്രസിൻ്റെ മടിയിലേക്ക് പ്രേമചന്ദ്രൻ പോയതുപോലെ ഭാവിയിൽ ചില മാറ്റങ്ങൾക്ക് ഇദ്ദേഹം തയ്യാറാവുമോ എന്നുള്ള ചോദ്യം, പ്രത്യേകിച്ച് BJP-യുടെ കൊല്ലം പാർലമെൻറ്റ് മണ്ഡലത്തിലെ സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപനം കൂടി വന്നതോടുകൂടി ഈ മണ്ഡലത്തിലെ ജനങ്ങളിപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. MA ബേബിക്ക് കഴിയാതെ പോയത് ശ്രീ KN ബാലഗോപാലിനെ കൊണ്ട് കഴിയുമെന്നാണ് പറഞ്ഞു വന്നതിൻ്റെ രത്ന ചുരുക്കം. ഇവിടെ വ്യക്തികൾക്ക് കഴിയുമോ കഴിയില്ലേ എന്നുള്ളതാണ് അല്ല. മുന്നണിക്ക് ഞാൻ മത്സരിക്കുന്ന സന്ദർഭത്തിൽ വിശദീകരിച്ചു കൊടുക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഇപ്പോൾ KN ബാലഗോപാലിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിക്കൊണ്ട് വിശദീകരിച്ചു കൊടുക്കാൻ കഴിയും. കഴിഞ്ഞ തവണ താങ്കൾ മത്സരിക്കുമ്പോൾ സത്യത്തിൽ എല്ലാവരും കണ്ടത് ജയിച്ച് ലോക്സഭയിലേക്ക് പോകുമ്പോൾ ഒരു ലോക്സഭാ കക്ഷി നേതാവിനെയാണ്. സത്യത്തിൽ അങ്ങനെ ഒരു പറയാവുന്ന മുഖമില്ലാത്തൊരു CPM ലോക്സഭയിലില്ല. ഇപ്പോൾ സോംനാഥിനൊക്കെ ശേഷം അങ്ങനെ ഒരു ലീഡർഷിപ്പ് ഏറ്റെടുക്കാൻ കഴിയുന്നൊരു നിലയിൽ ഇപ്പം താങ്കൾ പേരുകളൊക്കെ വെച്ചത് ന്യായീകരിക്കുമെന്ന് എനിക്കറിയാം. അങ്ങനെയല്ല ഞാൻ പറഞ്ഞത്. അത്തരമൊരു സ്റ്റേച്ചറുള്ള ആളുകൾ ലോക്സഭയിൽ വേണ്ടേ ഈ പാർട്ടിയെ നയിക്കാൻ? ബാലഗോപാൽ രാജ്യസഭയിൽ നേതൃത്വപരമായ പങ്കുവഹിച്ചയാളാണ്. എറണാകുളത്ത് നിന്ന് മത്സരിച്ച് ജയിക്കാൻ പോകുന്ന P രാജീവ്, അദ്ദേഹം പാർലമെൻറ്റിൽ ആവശ്യമാണെന്ന് അരുൺ ജെയ്റ്റ്ലി മുതൽ അവിടുത്തെ ഗുലാം നബി ആസാദ് കോൺഗ്രസിൻ്റെ നേതാവ് ഇവരെല്ലാം ആവർത്തിച്ച് പറഞ്ഞത് ഇന്നിപ്പം സാമൂഹ്യ മാധ്യമങ്ങളിൽ പ്രചരിക്കുന്നുണ്ട്. MP രാജേഷ്, അങ്ങനെ ഒരു കൂട്ടം നേതാക്കന്മാർ കേരളത്തിൽ നിന്ന് മത്സരിക്കുന്നു. അതിന് പുറമെ ബംഗാളിൽ നിന്ന് CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ, ഇപ്പോൾ നിലവിലുള്ള ലോക്സഭാ മെമ്പർ മുഹമ്മദ് സലീം വീണ്ടും മത്സരിക്കുന്നു. അപ്പം നേതാക്കന്മാരുണ്ട്. പിന്നെ നേതാക്കന്മാരെല്ലാം ഈ പോരാട്ടങ്ങളിലൂടെ വളർന്നു വരികയാണ് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു സാഹചര്യത്തിൽ കേരളത്തിലെ ഇടതുമുന്നണിയുടെ വിജയത്തെ സംബന്ധിച്ച് ഒരു നമ്പറാണ് ഞാൻ ചോദിക്കുന്നത്. ഇപ്പോൾ പൊന്നാനി മണ്ഡലത്തിൽ തന്നെ ഞങ്ങളുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥി വളരെ മുന്നേറിക്കഴിഞ്ഞിരിക്കുകയാണ്. കഴിഞ്ഞ തവണ LDF ജയിക്കാതെ പോയ വടകര മണ്ഡലം, കോഴിക്കോട് മണ്ഡലം, ആലപ്പുഴ മണ്ഡലം, കൊല്ലം മണ്ഡലം, പത്തനംതിട്ട മണ്ഡലം, ഇങ്ങനൊരു കോട്ടയം മണ്ഡലം. അപ്പോൾ വളരെ വലിയ ഒരു മുന്നേറ്റം 2004-ന് സദൃശമായ ഒരു മുന്നേറ്റം 2019 ഉണ്ടാകുമെന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. ഏതായാലും LDF-ന്റെ വലിയ പ്രതീക്ഷകളെക്കുറിച്ച് പറയുമ്പോൾ അതേ പ്രതീക്ഷകളാണ് UDF-ഉം വെച്ചു പുലർത്തുന്നത്. അക്കൗണ്ട് തുറക്കാം എന്നാണ് BJP-യുടെ പ്രതീക്ഷ. അത് ഒന്നിലേറെ സീറ്റുകൾ എന്ന പ്രതീക്ഷയുമായി അവർ നിൽക്കുന്നു. അതുകൊണ്ട് തന്നെ ഇടതുപക്ഷത്തിൻ്റെയും നിങ്ങളെപ്പോലുള്ള നേതാക്കളുടെയും ഉത്തരവാദിത്വം വളരെ വലുതാണ്. ഏതായാലും ഇത്രയും സമയം അനുവദിച്ചതിനും രാഷ്ട്രീയ നിലപാടുകൾ വിശദീകരിച്ചതിനും വളരെയധികം നന്ദി ശ്രീ MA ബേബി.